ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ജാതി വിവേചനവും മതവിവേചനവും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു പരിഹാരം ലഭിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പരിധിവരെ ഇന്ത്യയിൽ മുസ്ലിംസ് അനുഭവിക്കുന്ന പല ദുരന്തങ്ങൾക്കും കാരണം ഇപ്പോഴത്തെ പല രാഷ്ട്രീയ നേതൃത്വങ്ങളുമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഹിന്ദു മുസ്ലിം വിഭജനവും അതുപോലെ തന്നെ യുദ്ധങ്ങളും. ഈ യുദ്ധങ്ങൾക്കെല്ലാം കാരണം ഹിന്ദു മതമോ ഇസ്ലാം മതമോ അല്ല, മനുഷ്യന്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ചു കൊടുക്കുന്ന ജാതി വെറിയുടെ, വിവേചനത്തിന്റെ, അസഹിഷ്ണുതയുടെ അങ്ങനെ നിരവധിയായ കാരണങ്ങളാണ്. ഇത്തരത്തിൽ ജാതി വെറി ഉള്ളിൽ കൊണ്ടുകൊണ്ട് ഒരു പറ്റം ആളുകൾ, ഇല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ജാതിയുടെ പേരിൽ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ, ഇല്ലെങ്കിൽ മറ്റവനെ തീർത്തു കളയാൻ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മുടെ ഇടയിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്ത്യ എന്നത് സ്വതന്ത്രമായ ജാതി വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജാതിയിലും മതത്തിലും ജീവിക്കാൻ നമുക്ക് അവകാശം നൽകുന്നുണ്ട്. ആ അവകാശത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ത്യയിൽ വർഗീയത ഉൾക്കൊള്ളിക്കുന്നത്. പല ആളുകളുടെ ഉള്ളിൽ വർഗീയത എന്ന വിഷം കലർത്തി ആളുകളെ തമ്മിൽ തല്ലിക്കാനാണ് ഇപ്പോൾ ഇവർ പലരും ശ്രമിക്കുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് RSS എന്ന ഗ്രൂപ്പും എന്ന് പറയേണ്ടി വരും. BJP നേതാക്കളും RSSും ഇപ്പോൾ രണ്ടായി തിരിഞ്ഞെങ്കിൽ പോലും BJPയുടെ ഒരു മോട്ടോ എന്നത് തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിമുകളെ ഇല്ലാതാക്കുക എന്നത് തന്നെയായിരിക്കാം. ഇന്ത്യയിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളേറെയായി ഈ ഒരു വിവേചനം നടത്തി തുടങ്ങിയത്. കണക്കുകൾ എടുക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ഹിന്ദു മുസ്ലിം വിവേചനം നടക്കുന്നതായി പറയേണ്ടി വരും. കാരണം അതിനു മുമ്പും ശേഷവും അങ്ങനെ പല യുദ്ധങ്ങളും നടന്നതായി ചരിത്രങ്ങൾ കുറിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടത്, ആരാണ് പ്രശ്നം, എന്തുകൊണ്ടാണ് പ്രശ്നം? ഒരിക്കലും മതങ്ങളല്ല പ്രശ്നം. രാജ്യത്ത് മതവിദ്വേഷം ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയത വിതയ്ക്കുന്ന ഒരു പറ്റം ആളുകളാണ് വിഷങ്ങളായി ചിന്തിക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷത്തെയാണ് നമ്മൾ ആദ്യം നീക്കം ചെയ്യേണ്ടത്. നമ്മുടെ മൗലികാവകാശങ്ങൾ, ജാതി മത അവകാശങ്ങൾ എല്ലാം സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥാനം തരുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം ഇല്ലാതാക്കാൻ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. BJP മാത്രമല്ല, മുസ്ലിം നേതൃത്വങ്ങളും ഇതിനെല്ലാം തിരിച്ചടിക്കുന്നുണ്ട്. ഒരുപക്ഷെ വിവേചനങ്ങൾ എന്ന് പറയുന്നത് ജാതിയും മതത്തിൻ്റെ പേരിൽ മാത്രമല്ല, വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ വരെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി വിവേചനങ്ങൾ പല ആളുകളുടെയും ഉള്ളിലേക്ക് വെറും വിഷച്ചീന്തുകളായിട്ടാണ് കുത്തിക്കയറുന്നത്. ആ മുറിവ് പഴുത്ത് വ്രണമായി വീണ്ടും വീണ്ടും ആളുകളിലേക്ക് എത്തുന്നു. ആ ഒരു എത്തിക്കലാണ് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് സ്ഥലങ്ങളായി വിഭജിച്ചപ്പോൾ പാകിസ്ഥാൻ മുസ്ലിമുകൾ ഏറ്റെടുക്കുകയും ഇന്ത്യ ഹിന്ദുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കഥ പറയുന്നു. ആ ഒരു കഥയിൽ പോലും ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജാതി സ്വീകരിക്കാനും മതം സ്വീകരിക്കാനുമുള്ള അവകാശം നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രമാണെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഇന്ത്യയിൽ ഇറങ്ങി വാഴുകയാണ്. അവരുടെ വാഴ്ച എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിമുകൾ ഇന്ത്യയിൽ വളരെ ശക്തമായ വേദന അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരെ തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ അതിന് പ്രത്യാക്രമണം നടത്തുന്നുണ്ടോ എന്ന ചോദ്യവും വളരെ പ്രസിദ്ധമാണ്. കാരണം നിരവധിയായ കലാപങ്ങൾക്ക് കാരണമാകുന്നത് ഈ ഒരു സംഘർഷമാണെന്ന് പറയേണ്ടി വരും. ഈ ഒരു സംഘർഷത്തിന് കാരണമായവർ ആരാണെന്നുള്ള ചോദ്യത്തിന് രണ്ടുപേരുടെ സമുദായങ്ങളുടെ പേരും വരും. എന്നാൽ സമുദായങ്ങൾ ഒരിക്കലും കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യാറില്ല. മനുഷ്യന്മാരാണ് കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നത്. അത് ഏത് വ്യക്തിയാണെങ്കിലും, ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും, കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. ആ വ്യക്തികളെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത്. മാറ്റി നിർത്തലിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ തോന്നും. ബാർബറി മസ്ജിദിന്റെ പേരിൽ തൊട്ട് ഇന്ത്യയിൽ കലാപങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിനുശേഷം ഗുജറാത്ത് കലാപം, അങ്ങനെ നിരവധി കലാപങ്ങൾ ജാതിയുടെ പേരിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇന്ന് മുസ്ലിമുകളെ തകർക്കാൻ നോക്കുന്നു, നാളെ അവർ ക്രിസ്ത്യനെ തകർക്കാൻ നോക്കും, അതിനുശേഷം ഇസ്ലാം മതത്തെ, അതിനുശേഷം സിഖ് മതത്തെ. അങ്ങനെ എല്ലാവരെയും ഇല്ലാതാക്കി ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണോ BJP എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാണ്. ഈ ഒരു ചോദ്യം കുറച്ചു കാലമായിട്ട് വളരെയധികം ചോദിച്ചു കേൾക്കുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ജാതി വെറികൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ വരെ വീണ്ടും ചോദിച്ചു പോകുന്നു. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നൽകാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ ഉത്തരം പറയേണ്ടത് അത്യാവശ്യമാണ്. ഇതില്ലാതാക്കാനും രാഷ്ട്രീയ വെറികൾ ഇല്ലാതാക്കാനും ഇന്ത്യ മതസൗഹാർദ്ദമായ ഒരു രാജ്യമാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ജനങ്ങൾക്കുണ്ട്. ഓരോ മനുഷ്യരും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ നമ്മുടെ സഹോദരനാണെന്നുള്ള വ്യക്തിബോധമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഉത്ബോധം.
അടുത്ത് നിൽക്കുന്നവനെ സഹോദരനായി കണ്ടാൽ മാത്രം മതി ഈ കലാപങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ, ഈ രാഷ്ട്രീയ ജാതി വെറുകൾക്ക് അവസാനം കൊടുക്കാൻ.